ഹായ് ഓൾ, വെൽക്കം ടു ബിസിനസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ്. ഇത് മാത്രം മതി നിങ്ങളും സംസാരിച്ച് തുടങ്ങാനായിട്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഡെയിലി സംസാരിക്കേണ്ടി വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന കുറെ സെന്റൻസുകളെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചിട്ട് അതിനെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാം. സെൽഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പൊ സീറോയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ട് നമ്മുടെ നാവിൽ നിന്ന് അതുകൊണ്ട് പുറത്തോട്ട് വരില്ല അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ കുറെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറെ സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആരോടും പറയണ്ട, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് നമ്മളോട് തന്നെ ആൻസർ കൊടുക്കുക. ആ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ ആദ്യം തന്നെ ഹിന്ദി സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് സെൽഫ് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ഒന്നോ രണ്ടോ സെന്റൻസ് ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം കിട്ടത്തുള്ളൂ. പക്ഷെ ആ സെന്റൻസുകൾ എന്ത് പണി ചെയ്യുമ്പോഴും അതിങ്ങനെ ഒന്നും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാവിന് ആ ഒരു ഫ്ലുവൻസി കിട്ടും. ഞാൻ പല ക്ലാസ്സുകൾ ഇപ്പൊ എന്റെ സീരീസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. പല ക്ലാസ്സുകളിൽ ഞാൻ പറയുന്ന ഒരു ടിപ്പാണ്. ഇതെന്തായാലും ഒരു ജെന്യുവൻ ടിപ്പ് തന്നെയാണ്. നമുക്ക് ആ ഒരു ഫ്ലുവൻസി, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാല് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, വളരെ കുറച്ച് അറിയത്തുള്ളായിരിക്കും, എന്നാൽ പോലും അറിയാവുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഇവിടെ സംസാരിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് അല്ലെ. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അറിവ് ഇങ്ങനെ കൂടി വരും. നമ്മളത് കൂടുതലായിട്ട് പ്രയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് സെന്റൻസുകൾ. ഇപ്പൊ ഒരു സിറ്റുവേഷൻ പോലെ നമുക്കൊരു 10-12 സെന്റൻസുകൾ നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ ആ സെന്റൻസുകൾ നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ആവശ്യം വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പുറത്തോട്ട് പോവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഞാൻ പോവാട്ടാ എന്ന് പറയാം അല്ലെ. ഞാൻ പോവാ എന്ന് പറയാനായിട്ട് ഹിന്ദിയിലൊന്ന് പറഞ്ഞു നോക്കിയേ. ഇനി എല്ലാ ദിവസവും അങ്ങനെ മനസ്സിൽ പറയാം. ഇറങ്ങണ സമയത്തോ അല്ല, ഇറങ്ങണ സമയത്തൊന്നല്ല, വീട്ടിലിരിക്കുമ്പോഴും ഞാൻ പോവാ എന്നുള്ളത് മലയാളത്തിൽ പറയാണ്ട് ഹിന്ദിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഞാൻ പോവാ. എങ്ങനെ പറയാ? മേ ജാറാവും, മേ ജാറാവും, ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന മേ ജാറാവും, ജാ രഹാവും, ജാ രഹിഹും. ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ ജാ രഹിഹും എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ സ്ത്രീലിംഗം പുല്ലിംഗത്തിനൊക്കെ മറന്നോ, നിങ്ങളൊന്ന് സംസാരിച്ച് തുടങ്ങിയാൽ മതി. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു നോക്കാം. മേ ജാറാവും, ഞാൻ പോവുകയാണ് എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ വീടിന്റെ അകത്ത് അമ്മയോ വൈഫോ ആരൊക്കെ ആയിക്കോട്ടെ, ആരായാലും ഒരു കാര്യം പറയും. എന്താണ്? വേഗം വരണം എന്ന് പറയും അല്ലെ. വേഗം വരണം എങ്ങനെയാ പറയാ? ജൽദി ആനാ ഹെ, ജൽദി ആനാ ഹെ, വേഗം വരണം. സിമ്പിൾ അല്ലെ. അതല്ല വേഗം തിരിച്ചു വരണം. നമ്മൾ മലയാളമാണല്ലോ, ഏത് രീതിയിൽ നമ്മൾ പ്രയോഗിക്കുമെന്ന് അറിയില്ല. അപ്പൊ വേഗം തിരിച്ചു വരണട്ടാ എന്നാണ് പറയണെങ്കിൽ വേഗം തിരിച്ചു വരണം. അവിടെ തിരിച്ച് എന്ന് പറയുമ്പോ വാപ്പസ് എന്നാണ് ഹിന്ദിയിൽ പറയാ. ജൽദി വാപ്പസ് ആനാ ഹെ, ജൽദി വാപ്പസ് ആനാ ഹെ. വേഗം തിരിച്ചു വരണം. പറഞ്ഞേക്കേ, ജൽദി വാപ്പസ് ആനാ ഹെ, വേഗം തിരിച്ചു വരണം. ഓക്കെ, ഇനി പോയാള് വരാനൊന്ന് ലേറ്റ് ആയി. അപ്പൊ നമ്മൾ ചോദിക്കല്ലേ, എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു എങ്ങനെയാ ചോദിക്കുക? കഹാം ഗയേത്തെ. കഹാം എന്നുള്ളതാണ് എവിടെയെന്ന് കേട്ടോ. ഓക്കെ, കഹാം ഗയേത്തെ, എവിടെ പോയിരുന്നു എന്നാണ്. അതല്ലേ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ ചോദിക്കും. മലയാളം മാറ്റി മാറ്റി ചോദിക്കാം. എവിടെ പോയിരുന്നു? കഹാം ഗയേത്തെ. എവിടെ ആയിരുന്നു? കഹാത്തെ. അവിടെ പോയി എന്നുള്ള വാക്ക് നമ്മൾ വെട്ടി, അത്രേ ഉള്ളൂ. അവിടെ പോയി എന്ന് പറയാനായിട്ട് ഗയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സീരീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ്. ഇപ്പൊ ഒരുപാട് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ആയിരിക്കും, ഇത് എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും അല്ലെ. നമുക്കിപ്പോ സ്പോക്കൺ ഹിന്ദി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കുറെ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഡൗട്ട് ആയിരിക്കും, ഏത് വീഡിയോ കണ്ടാലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഈ സീരീസ് സ്റ്റാർട്ടിങ് മുതൽ ബേസിക്സ് മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തോളം വരെയുള്ള കാര്യങ്ങൾ ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മെമ്പേഴ്സ് ഓൺലിയിലാണ്, ഞാൻ ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 രൂപയാണ് കേട്ടോ. 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതൽ എപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താലും ആ ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് എവിടെയായിരുന്നു നമ്മൾ ചോദിച്ചല്ലേ. കഹാത്തെ, എവിടെയായിരുന്നു. ഇനി വേറെ രീതി ചോദിക്കാം, ഇത്ര നേരം നീ എവിടെയായിരുന്നു?
ഇത്ര നേരം നീ ഇവിടെ നീ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ തുമ്മ് യൂസ് ചെയ്ത് സംസാരിക്കാം കേട്ടോ. തും കഹാത്തെ. നിങ്ങൾ എന്നാണ് തുമ്മിന്റെ അർത്ഥം. തൂ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യില്ല. തൂവാണ് നീയ്. ഇതൊക്കെ ഞാൻ സീരീസിൽ പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ തും കഹാത്തെ എന്ന് വെച്ചാൽ നീ എവിടെയായിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി താങ്കൾ എവിടെയായിരുന്നു കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ആപ് കഹാംത്തെ എന്നാണ് ചോദിക്കേണ്ടത്. ആപ്പാണ് ചോദിക്കേണ്ടത്. ഇനി അതുപോലെ ഇത്ര നേരം നീ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കണമെങ്കിൽ ഇത്ര നേരം എന്ന് പറയാനായിട്ട് ഇത്തനി ദേർ. ദേർ എന്ന് പറഞ്ഞ നേരം, ഇത്തിനി എന്ന് പറഞ്ഞ ഇത്ര. സിമ്പിൾ അല്ലേ? നമ്മൾ ആ മലയാളത്തിന് അതുപോലെ തന്നെ ഹിന്ദിയിലോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ആ മലയാള അർത്ഥങ്ങള് അതുപോലെ തന്നെ കുറച്ച് ഹിന്ദി അർത്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, ഒത്തിരി ഗ്രാമർ ഒന്നും കയറ്റി സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഓക്കെ, ഗ്രാമർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള സിമ്പിൾ സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൽഫ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തനി ദേർ കഹാത്തെ, ഇത്ര നേരം എവിടെയായിരുന്നു. തും ഇത്തനി ദേർ കഹാത്തെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന. അപ്പൊ നമ്മൾ എവിടെയാ പോയെന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്കോ, അതല്ല ചർച്ചിലേക്കോ, മന്ദിറിലേക്കോ, മാർക്കറ്റിലേക്കോ, അതല്ല ഗ്രൗണ്ടിൽ പോയതാണ്, ഞാൻ ഗ്രൗണ്ട് വരെ പോയതാണ് എന്നൊക്കെ ആയിരിക്കും മറുപടി പറയാം അല്ലെ. അവിടെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഗ്രൗണ്ട് വരെ പോയതാണ്. മേ ഗ്രൗണ്ടിനെ പറയുന്നത് മെയ്ദാൻ എന്നാട്ടോ ഹിന്ദിയിൽ. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, മെയ്ദാൻ തന്നെയാണ്. മെയ്ദാൻ തക്ക്. തക്ക് എന്ന് പറഞ്ഞാൽ വരെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മൈദാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ല മൈദാൻ തക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വരെ എന്നുള്ള അർത്ഥം കിട്ടി. ഓക്കെ, മെയ്ദാൻ തക്ക് ഗയാഥ. ഗയാഥ എന്ന് പറഞ്ഞാൽ പോയതാണ്, പോയതായിരുന്നു എന്ന് പറയുന്നതാ. ഓക്കെ, മെയ്ദാൻ തക്ക് ഗയാഥ, ഞാൻ ഗ്രൗണ്ട് വരെ പോയതായിരുന്നു. എന്നിട്ട് നമ്മൾ പറയും അല്ലെ, അമ്മ എന്താ കഴിക്കാനുള്ള, എനിക്ക് വിശക്കുന്നു, നല്ല വിശപ്പ് എന്നൊക്കെ പറയും. അവിടെ എന്താണ് കഴിക്കാനുള്ളത് എന്ന് നമ്മളെങ്ങനെ ചോദിക്കാം? എന്താണ് കഴിക്കാനുള്ളത് എന്ന് പറയാനായിട്ട് ഖനമേ ക്യാ ഹേ, അല്ലെങ്കിൽ ഖനക്കിലേ ക്യാ ഹേ എന്ന് ചോദിക്കാം. ഓക്കെ, കഴിക്കാൻ എന്താ? ഖനമേ ക്യാ ഹേ, കഴിക്കാൻ എന്താണ്. പിന്നെന്താ പറഞ്ഞേ? എനിക്ക് നല്ല വിശപ്പ് അല്ലെ. ഭൂക്ക് ലഗരെ. ഭൂക്ക് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ, ഭൂക്ക്. ഓക്കെ, അപ്പൊ ഭൂക്ക് ലഗരെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശക്കുന്നു, നല്ല വിശപ്പ് എന്ന് പറയുന്നതാ. അതല്ല എനിക്ക് വിശക്കുന്നു എന്നാണെങ്കിൽ മുജെ ഭൂക്ക് ലഗരെ, മുജെ ഭൂക്ക് ലഗരെ. ഇതൊക്കെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ലഗ് രഹി ഹേ എന്നൊക്കെ വലിയ സെന്റൻസ് ആണ്. അതിനെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടി സംസാരിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ മുജെ ഭൂക്ക് ലഗരെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതാ. അപ്പൊ ഇത്രയും സെന്റൻസുകൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി എന്താണ്? ഇപ്പൊ അമ്മ പറയുന്ന സാധനം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയില്ലേ വേറെ ഒന്നുമില്ലേ, ചോദിക്കാണ്, പറയല്ല ചോദിക്കുക അല്ലെ. വേറെ ഒന്നുമില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഓർ കുച്ച് നെഹി ഏക്കാം. അങ്ങനെ ചോദിക്കേണ്ട, എന്നാലും ഞാൻ പറയാണ് ആ ഒരു സെന്റൻസ് എന്നുള്ളത്. ഇപ്പൊ ഭക്ഷണം തന്നെയല്ല, വേറെ എന്ത് കാര്യത്തിൽ നമുക്ക് ചോദിക്കാം അല്ലെ. വേറെ ഒന്നുമില്ലേ, ഓർ കുച്ച് നെഹി ഏക്കാ, ഓർ കുച്ച് നെഹി ഹേക്കാ, ഓർ കുച്ച് നെഹി ഹേക്കാ, വേറെ ഒന്നുമില്ലേ. കുച്ച് എന്നുള്ളത് അവിടെ ഒന്നും, ഓർ എന്ന് പറയുന്നത് വേറെ, നെഹി ഹേക്കാ ഇല്ലേ എന്ന് ചോദിക്കുന്ന. അപ്പൊ അമ്മ പറയണേ വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോ ഓർ കുച്ച് നെഹി. മനസ്സിലായ? അവിടെ നെഹി ഹേക്കാ, ആ ക്യാ വെച്ചപ്പോഴാണ് അത് ക്വസ്റ്റ്യൻ ആയത്. ഓർ കുച്ച് നെഹി എന്ന് പറഞ്ഞ എന്താണ് ആ സെന്റൻസ്? വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതാ, ഓർ കുച്ച് നെഹി. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഇപ്പൊ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ സംസാരിക്കുമ്പോ എടാ ഓർ കുച്ച് നെയ്യേ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമില്ല. അവിടെ സംസാരത്തിന്റെ രീതിയിലേക്ക് അത് മാറി. ഒരു സെന്റൻസ് പല രീതിയിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് മാത്രം. ഇവിടെ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഫുഡാണ് നമ്മൾ പറയുന്നത്, ഓർ കുച്ച് നെയ് യഹിയെ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മൾ പറയാണ് ശരി വേഗം തായോ എന്ന് പറയും അല്ലെ. ശരി വേഗം തരൂ എന്ന് പറയാനായിട്ട് ശരി എന്നെങ്ങനെ ഹിന്ദിയിൽ പറയാം? ടീക്ക് ടീക്ക്. വേഗം തരൂ, ജൽദി ദേദോ, ജൽദി ദേദോ, മാ ജൽദി ദേദോ, അമ്മ വേഗം തരൂ എന്ന് പറയുന്ന. ഇനിയിപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും അല്ലെ, ഒരു ഗ്ലാസ് വെള്ളം തായോ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? എ ഗ്ലാസ്, ഒരു ഗ്ലാസ് അല്ലെ. ഗ്ലാസ്സിന് ഗ്ലാസ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഗിലാസ് എന്നൊക്കെയാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. എ ഗ്ലാസ് പാനി ദോ, പാനി ദേദോ, അല്ലെങ്കിൽ പനി ദോ, അല്ലെങ്കിൽ പനി ദീജിയെ. റെസ്പെക്ട് ഡിഫറൻസ് വരുന്നുണ്ട് ഇതില്. എന്നാലും നമുക്ക് എ ഗ്ലാസ് പാനി ദേദോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറയുന്ന. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പറയാണ് ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ തോടി ദേർ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം. ദേർ എന്ന് പറയുന്നത് നേരം. അപ്പൊ തോടി ദേർ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം. മേ തോടി ദേർ സോനെ ജാറാം. സോനെ ജാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോവുകയാണ്. മേ തോടി ദേർ സോനെ ജാറാം. പറഞ്ഞേക്കേ,
मैं थोड़ी देर सोने जा रहा हूँ. ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോവുകയാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയാം കേട്ടോ. मैं थोड़ी देर सोने जा रहा हूँ. ഞാനിതെല്ലാം പറയുന്നത് സെൽഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നാണെങ്കിലോ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞു പഠിക്കാം ആദ്യം. മേ സോനെ ജാറാവും. അവിടെ ആ തൊടി തീർന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് വേണ്ട. മേ സോനെ ജാറാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എനിക്ക് ഉറക്കം വരുന്നു. സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേക്ക്, എനിക്ക് ഉറക്കം വരുന്നു. മുജെ നീന്ത് ആരേ എന്ന് പറഞ്ഞാൽ മതി. നീന്താരെ ഹിഹേ എന്നാണ്. മുജെ നീന്താരെ ഷോർട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. മുജെ നീന്താരെ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ആ ലൈറ്റ് ഓഫ് ചെയ്യ്, അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്യ്, TV ഓൺ ചെയ്യ്, വാതിലടക്കി, ജനൽ തുറക്ക്, അങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ. അവിടെ ആ ലൈറ്റ് ഓഫ് ചെയ്യ് എന്ന് പറയാനായിട്ട് എങ്ങനെയാ പറയട്ടെ? ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നതിന് ലൈറ്റ് ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ മതി. ലൈറ്റ് ബന്ദ് കറോ, ലൈറ്റ് ബന്ദ് കറോ. ബന്ദ് കർണ എന്നുള്ള വേർഡിന്റെ അർത്ഥം ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ അടയ്ക്കുക എന്ന് പറയുന്ന. ഇവിടെ ലൈറ്റ് അടയ്ക്കൂ എന്നല്ല, ലൈറ്റ് അടയ്ക്കൂ എന്നാണ്. എന്നാലും അതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ലൈറ്റ് ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന. അപ്പൊ ലൈറ്റ് ഓൺ ചെയ്യാനാണ് പറയണെങ്കിലോ ലൈറ്റ് ചാലു കരോ എന്നാ പറയാ കേട്ടോ. ചാലു കരോ. TV ഓൺ ചെയ്യും, TV ചാലു കരോ. ഫാൻ ഓൺ ചെയ്യും, ഫാനെ പറയുന്നത് പങ്കാന്നാണ്. ഓക്കെ, എന്നാലും നമ്മൾ ഫാൻ ചാലു കരോ. നോർമലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യണം കേട്ടോ. ഫാൻ ചാലു കരോ, ലൈറ്റ് ബന്ദ് കരോ എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സെന്റൻസുകളാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയാണ്. അതുകൊണ്ടാണ്. ഇനി ആ വാതിൽ അടയ്ക്കൂ ഒന്ന് പറഞ്ഞേ. എടാ വാതിൽ അടച്ചേ നമ്മൾ പറയത്തില്ല. അവിടെ ഇങ്ങനെ പറയാ, ഓ ദർവാസ ബന്ദ് കരോ. ദർവാസ എന്ന് പറയുന്നത് വാതില്. ദർവാസ ബന്ദ് കരോ. തുറക്കൂ എന്നാണ് പറയണെങ്കിലോ ഇവിടെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാനും പറഞ്ഞു, ലൈറ്റ് ഓൺ ചെയ്യാനും പറഞ്ഞു. ഇവിടെ ദർവാസ ബന്ദ് കരോ. അവിടെ നേരത്തെ എന്താ പറയാ? ലൈറ്റ് ബന്ദ് കരോ. മീനിങ് ഡിഫറൻസ് ആട്ടോ ഞാൻ പറയുന്നത്. നേരത്തെ ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു അല്ലെ, അവിടെയും നമ്മൾ ബന്ദ് കരോ പറഞ്ഞു. ദർവാസ ബന്ദ് കരോ എന്ന് പറഞ്ഞപ്പോ വാതിൽ അടയ്ക്കും. അവിടെ ദർവാസ ചാലു കരോ എന്ന് പറയില്ല കേട്ടോ. അതാ മെഷീനാണ് നമ്മൾ ചാലു കർണ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ തുറക്കാൻ പറയുന്നതിന് ഖോൽന എന്നുള്ള വേർഡാണ്. ദർവാസ ഖോലോ എന്നാ പറയാം. ഓ ദർവാസ ഖോലോ, ആ വാതില് തുറക്കൂ. ഓ ദർവാസ ഖോലോ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടി പറയാം. കിടുക്കി. കിടുക്കി എന്ന് പറയുന്നത് ജനലിനെ കേട്ടോ. ഇപ്പൊ ആ ജനൽ തുറക്കുന്നാണെങ്കിൽ കിടുക്കി ഖോലോ. ഓ കിടുക്കി ഖോലോ. ഓ കിടുക്കി ബന്ദ് കരോ. ആ ജനല് തുറക്കും അല്ലെങ്കിൽ ആ ജനല് അടയ്ക്കൂ എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്ര മതി. ഇപ്പൊ ഒരു 10-15 സെന്റൻസ് ആയി കാണും. വളരെ കുറച്ച് സെന്റൻസുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം കൂടി ഒരു ദിവസം നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെന്റൻസുകൾ, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകൾ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 1-2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നാളെ മുതൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ നമ്മുടെ ഭയം ഒന്ന് മാറിക്കിട്ടും. നിങ്ങളൊരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ നിങ്ങളുടെ നാവ് കൊണ്ട് സ്വന്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് വീട്ടിൽ ആരുമില്ല, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നു, മക്കള് സ്കൂളിൽ പോകുന്നു. ആ സമയത്ത് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിനു കൂടി ഉറക്കൊക്കെ സംസാരിക്കാറുണ്ട്. കൂടെ ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സംസാരം, ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും സംസാരിക്കുക. ഞാൻ ഒരാളോട് സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് ഹിന്ദി പഠിച്ചേ പറ്റൂ. കാരണം നമ്മൾ പട്ടാള ക്യാമ്പിലായതുകൊണ്ട് ഹിന്ദി സംസാരിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം കൊണ്ട് പഠിച്ചെടുത്തതാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് എന്ത് തന്നെയായാലും എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനലിൽ ഒരു 50 ഡേയ്സ് ക്ലാസ് ഇപ്പൊ റണ്ണിങ് ആണ്. ഓൾറെഡി 30 ഡേയ്സ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഈ 2 സീരീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതാണ് ഫോളോ ചെയ്യേണ്ടത് അത് ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. ഇടയിലൊന്നും ഫോളോ ചെയ്യരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, കൂടാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.